പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താനെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ മാനസ. ഇത് തുടർന്ന് കൺമണിയെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നു. ഈ കാര്യം അറിയുന്നത് കൺമണിയെ ആകെ വേദനിപ്പിച്ചിരിക്കുകയാണ്. ഓഫീസിലേക്ക് പോകാതെ കൺമണി തിരികെ വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് ഗോകുൽ പ്രശ്നങ്ങൾ അറിയാൻ ഇടയാകുന്നു. ഇതോടെ ഗോകുൽ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ചേച്ചി ഒരിക്കലും റിസൈൻ ചെയ്യരുത്. അവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ചേച്ചി എന്തായാലും ഓഫീസിലേക്ക് പോകണം. ഇല്ലടാ, എനിക്കിനി അവിടെയുള്ള ആരെയും ഫേസ് ചെയ്യാൻ വയ്യ എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ എവിടേക്കും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ചേച്ചി മണ്ടത്തരം കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചി എന്തായാലും ഓഫീസിലേക്ക് പോകണം. കൃഷ് സാറുണ്ടല്ലോ അവിടെ. എന്താണ് അവരുടെ തീരുമാനം എന്ന നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് എന്നേക്കുമായി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ ഓഫീസിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് കൺമണി മുന്നിലേക്ക് വരികയാണ്. പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് കൂടി ഉണ്ടാവുകയാണ്. പത്രപരസ്യം കണ്ടതിനെ തുടർന്ന് കൃഷ് എത്തിയിരിക്കുകയാണ് മാനസയെ തേടി ഓഫീസിലേക്ക്. മാനസ, നീ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്? ഓഫീസിലെ ആരാണ് അതിനുള്ള നിർദ്ദേശം തന്നത്? എനിക്ക് ഇപ്പോൾ തന്നെ അറിയണം. ഞാൻ അത് സ്വന്തമായി എടുത്ത തീരുമാനമാണ്. കൃഷ്, ഞാനിപ്പോൾ നിന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി കൂടിയല്ലേ? അപ്പോൾ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? നീ നിന്റെ ലിമിറ്റ് മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കൺമണി ഈ കമ്പനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെപ്പറ്റി നിനക്ക് ഓർമ്മയില്ലേ? നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ടും നീ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കൺമണിയെ ഈ ഓഫീസിൽ ആരും തന്നെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. കൃഷിൻ്റെ സമ്മതം മാത്രമല്ലല്ലോ, ഇവിടെ ബാക്കിയുള്ളവരുമുണ്ടല്ലോ. അവരുടെ തീരുമാനം അറിയട്ടെ. ആ, എന്നാൽ അങ്ങനെ തന്നെ ഇവിടെയുള്ള ആരാണ് കൺമണിക്ക് എതിരായി നിൽക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ. മാത്രവുമല്ല, കൺമണിയെ ഇവിടെ നിന്ന് മാറ്റുകയാണ് എങ്കിൽ ഞാനും ഈ ഓഫീസിൽ ഇനി ജോലിക്ക് വരില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായിരിക്കുകയാണ് മാനസയ്ക്ക്. കൺമണിക്ക് വേണ്ടി കൃഷ് ഇങ്ങനെ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല അവൾ. ഇതോടെ ആൻറ്റിയമ്മയെ ഫോൺ ചെയ്യാൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ആൻറ്റിയമ്മ, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ. ഞാൻ കൃഷിനോട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ കൃഷ് കൺമണിക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. എന്തു ചെയ്യും? നീയത് പേടിക്കാതിരിക്കെ. നീ എടുത്ത തീരുമാനം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. കൃഷിനെ ഞാൻ മെരുകിയെടുത്തോളാം. അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന നിനക്ക് ആൻറ്റിയമ്മയ ഉറപ്പ് നൽകുന്നത് മനസ്സിലായോ? നീ ധൈര്യമായി മുന്നിലേക്ക് പോകോ. പക്ഷേ ഇതേ തുടർന്ന് സാഗറിൻ്റെ അടുത്തേക്ക് വരികയാണ് കൃഷ്. കൺമണിയെ ഓഫീസിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം ഞാൻ എതിർക്കുകയാണ്. ഇത് കേൾക്കുന്ന സാഗർ, ഈ തീരുമാനം ഞാൻ കൂടി അറിഞ്ഞില്ലല്ലോ. ഇത് മാനസയെടുത്ത തീരുമാനമാണ്. അത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്? ആൻറ്റിയമ്മ അവിടേക്ക് കടന്നു വരികയും മാനസമോൾ എടുത്ത തീരുമാനത്തിൽ ഒരു തെറ്റുമില്ല. അവൾ യോഗ്യത അനുസരിച്ച് തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആരും ചോദ്യം ചെയ്യാമെന്ന് വിചാരിക്കണ്ട. എന്ത് യോഗ്യതയുടെ കാര്യമാണ് ആൻറ്റിയമ്മ പറയുന്നത്?
കൺമണിക്ക് എന്ത് യോഗ്യത കുറവാണുള്ളത്? എനിക്ക് മനസ്സിലായില്ല. എടാ, അവൾക്ക് ഇത്ര പെട്ടെന്ന് ഈ ജോലിയിൽ ഇത്ര ഉയർന്ന സ്ഥാനം കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ തീരുമാനം. എക്സ്പീരിയൻസ് ഇല്ലാതെ എന്ത് ചെയ്യാനാ? അവൾ എക്സ്പീരിയൻസ് ഇല്ലെന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? കമ്പനിയെ രക്ഷിച്ചത് അവളാണ്. അതുകൊണ്ട് തന്നെ അവളെ ആ സ്ഥാനത്ത് ഇരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുന്ന സാഗർ, നിങ്ങൾ പ്രശ്നമുണ്ടാകാതെ നമുക്ക് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാം എന്ന് ഉറപ്പ് നൽകുന്നു. പക്ഷേ ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് കൃഷ് മുന്നിലേക്ക് വരികയാണ്. എന്നാൽ കൺമണിയാകട്ടെ ഇതിൽ കൂടുതൽ അപമാനം ഇനിയും സഹിക്കാൻ തനിക്ക് വയ്യ എന്നും തൻ്റെ കഴുത്തിൽ കെട്ടിയ താലി കൊണ്ടാണ് ഈ അപമാനമെല്ലാം ഇതുവരെ സഹിച്ച് മുന്നോട്ടു പോയത്. പക്ഷേ ഇനി ഞാനതിന് തയ്യാറല്ല എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.